നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ 5 മണിക്കൂർ അടച്ചിടും. ഈ മാസം 23 വൈകിട്ട് 4 മുതൽ രാത്രി 9 മണി വരെ 5 മണിക്കൂർ നേരത്തേക്കാണ് റൺവേ അടച്ചിടുന്നത്. ഈ 5 മണിക്കൂർ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് വിമാനങ്ങളുടെ പുതുക്കിയ സമയ വിവരം ബന്ധപ്പെട്ട എയർലൈനുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായാണ് റൺവേ അടച്ചിടുന്നത്. 1932 വിമാനത്താവളം സ്ഥാപിച്ചത് മുതൽ വർഷത്തിൽ 2 തവണ പത്മനാഭസ്വാമിയുടെ ആറാട്ടിന് വിമാനത്താവളം അടച്ചിടുക എന്നത് പതിവാണ്. മാർച്ചിനും ഏപ്രിലിനും ഇടയിലുള്ള പൈങ്കുനി ഉത്സവത്തിനും ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ള അൽപ്പശി ഉത്സവത്തിനുമാണ് ഇത്തരത്തിൽ വിമാനത്താവളം അടച്ചിട്ട് ഉത്സവം നടക്കുന്നത്. കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പത്മനാഭസ്വാമിയെ വിമാനത്താവളത്തിന് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശംഖുമുഖം കടലിൽ ആചാരപരമായ ആറാട്ടിനെത്തിക്കുന്നതാണ് ചടങ്ങ്. പത്മനാഭസ്വാമിയുടെ വിഗ്രഹം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയിലൂടെ ശംഖുമുഖം ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരും ആനകളുടെയും പോലീസ് ബാൻഡിന്റെയും പോലീസുകാരുടെയും അകമ്പടിയോടെയാണ് ഈ ആറാട്ട്. വൈകുന്നേരം 5:30 വിമാനത്താവളത്തിന്റെ വളപ്പിലേക്ക് പ്രവേശിക്കുന്ന ഘോഷയാത്ര രാത്രി 8 മണിക്ക് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അതേ വഴിയിലൂടെ തിരിച്ചു മടങ്ങും. ആറാട്ടിനു ശേഷം വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും. ഇതോടെ ഉത്സവത്തിന് സമാപനമാകും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര സർവീസുകൾ പുനഃക്രമീകരിക്കുകയാണ് പതിവ് രീതി. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിദിനം ശരാശരി 12,000-ലേറെ പേരാണ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നത്. പ്രതിദിനം വന്നു പോകുന്ന വിമാനങ്ങൾ 80-ലേറെയാണ്. ആഴ്ചയിൽ ശരാശരി 126 സർവീസുകളാണ് നിലവിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ളത്. ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണം 154 ഓഗസ്റ്റ് മാസത്തിൽ 3.73 ലക്ഷം പേരാണ് എയർപോർട്ട് വഴി യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ യാത്രക്കാരുടെ എണ്ണം 2.95 ലക്ഷം ആയിരുന്നു. 2022 ഓഗസ്റ്റിനെ അപേക്ഷിച്ച് 26% വർധനവാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണം കൂടിയതോടെ നിരക്ക് കുറയുകയും വിദേശത്തേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിക്കുകയും ചെയ്തു. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികളും തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.